അനന്തപുരി യാഗശാലയാകാൻ ഇനി 8 നാൾ. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ 2ാം ദിനമാണ് ഇന്ന്. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്കാണ് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടുകൂടിയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പ്രശാന്ത് ശങ്കരമംഗലത്ത് ഉണ്ട്, വിശദമായ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, 2ാമത്തെ ദിവസമാണ്, നല്ല തിരക്കാണ്. എന്തിനേറെ പറയുന്നു, നഗരത്തിൽ പോലും തിരക്കാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ ഈ രാവിലത്തെ കാഴ്ച? രാഖി, രോഹിണി, സുപ്രഭാതം. ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ അമ്പലത്തിലാണ്. 2ാം ദിനം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ 2ാം ദിനമാണ് ഇന്ന്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 4:30 ഇന്ന് നട തുറക്കലുണ്ടാകുന്നത്. നട തുറക്കൽ 4:30 പള്ളി ഉണർത്തലോടുകൂടി നട തുറന്നിട്ട് രാത്രി 1 മണി, പുലർച്ചെ 1 മണിക്കാണ് പള്ളിയുറക്കം. ഇങ്ങനെയാണ് ഈ ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ ആരാധനാക്രമങ്ങളെല്ലാം വരുന്നത്. അതോടൊപ്പം തന്നെ അമ്മയെ കാണാൻ, ദേവിയെ കാണാൻ ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ്, ഭക്തജന സമുദ്രം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ചടങ്ങുകൾ നിരവധിയുണ്ട്. എന്തായാലും വലിയ ആത്മീയ നിർവൃതി തന്നെയാണ് അനന്തപുരിയും അനന്തപുരി നിവാസികളും. അതോടൊപ്പം തന്നെ ഇനി യാഗശാലയായി മാറാൻ 8 നാൾ മാത്രമാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയും വലിയ തിരക്ക്. ഭക്തർ ഓരോരുത്തരും ഇപ്പോൾ ശ്രീബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദർശനം ശ്രീബലിക്ക് ശേഷം മാത്രമാണ് ദർശനമുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അമ്മയെ തൊഴുകൈകളോടെ, നിറകണ്ണുകളോടെ അമ്മയെ ദർശിക്കാനായി കാത്തു നിൽക്കുന്ന ഒരു അനുഭവം, ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ 7:30 മണിയോടുകൂടി തന്നെ തോറ്റംപാട്ട് ആരംഭിക്കും. തോറ്റംപാട്ട് അതിൻ്റെ 2ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 2ാം ദിനത്തിലാണ് തോറ്റംപാട്ട്. ദേവിയുടെ വിവാഹമാണ് ഇന്ന് തോറ്റംപാട്ടായി പാടുന്നത്. അത് തോറ്റം കലാകാരന്മാർ പച്ചയോലപ്പന്തലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ദേവിയുടെ വിവാഹവും അത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാമാണ് തോറ്റംപാട്ടായി പാടുകയും ആടചാർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പാടി തോറ്റംപാട്ട് കലാകാരന്മാർ ആ പച്ചയോലപ്പന്തലിൽ ദേവിക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് തന്നെ പാടും. അങ്ങനെ 2ാം ദിനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ കാണാൻ രാവിലെ മുതൽ തന്നെ അനന്തപുരിയിലേക്ക്, ആറ്റുകാലിൻ്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത് കാഴ്ചയും നമുക്കിവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. ഓരോ ഭക്തരും അവരുടെ അഭീഷ്ടം, അവരുടെ ആഗ്രഹം അവരുടെ അമ്മയുടെ നിറകണ്ണുകളോടെ തന്നെ അമ്മയുടെ മുമ്പിൽ അർച്ചനയായിട്ട് തന്നെ, പൂജാപുഷ്പങ്ങളായിട്ട് തന്നെ അർപ്പിക്കുന്നൊരു കാഴ്ച, ഒരു അനുഭവം നമുക്കിവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. ഓരോരുത്തരും അവരുടെ പ്രാർത്ഥന നിരതരായി നിൽക്കുന്നൊരു മുഹൂർത്തം. ആ മുഹൂർത്തത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കൊരു പ്രത്യേക അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ഒരു ആത്മീയ അനുഭവം തന്നെയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, എപ്പോഴും നമ്മൾ പറയുന്നതാണ്, ആറ്റുകാൽ എന്ന് പറയുന്ന ആറ്റുകാലിൻ്റെ ഏറ്റവും വലിയ വിശേഷണം അല്ലെങ്കിൽ വിശേഷം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ വനിതാ ഭക്തരെത്തുന്ന, മഹിളകളെത്തുന്ന ഒരു ക്ഷേത്രം എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിലൊരു വിശേഷണമായി പറയുന്നത് സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അത്രയും അധികം ഇത്തരത്തിൽ വനിതാ ഭക്തർ, മഹിളാ ഭക്തരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ എത്തുന്ന സ്ഥലം. അതുപോലെ തന്നെ ഏറ്റവും വലിയ പൊങ്കാല നടക്കുന്ന ഈ ഒരു നാടും നഗരവും ഒന്നാകെ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാഗശാലയായി മാറുന്നൊരു കാഴ്ച, ഇതെല്ലാം അനുഭവിക്കുന്നത് ഈ ആറ്റുകാൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും എല്ലാ അമ്പലങ്ങളിലും പൊങ്കാല നടക്കാറുണ്ടെങ്കിൽ പോലും ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ പൊങ്കാലയായി മാറും, ഒരു നഗരത്തിൻ്റെ പൊങ്കാലയായി മാറും. അങ്ങനെ ഒരു വലിയ അനുഭവം എല്ലാം നമുക്കിവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് തോറ്റംപാട്ട് കലാകാരന്മാർ അവിടെ തോറ്റംപാട്ടിനുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിക്കുന്നതാണ്. ഇന്നത്തെ ദേവിയുടെ ചരിത്രം, വിവാഹ സംബന്ധമായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം പാടി കഥയിലൂടെ പറയുന്ന അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പച്ചയോലപ്പന്തൽ ദേവിയുടെ ദേവിക്ക് ദർശനത്തിന് അഭിമുഖമായിട്ട് തന്നെയാണ് ഈ പച്ചയോലപ്പന്തൽ ഇട്ടിരിക്കുന്നത്. ഇട്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് കലാകാരന്മാർ തോറ്റംപാട്ട് പാടുന്നത്. അങ്ങനെ വലിയ ഒരു ആത്മീയ അനുഭവം, ആത്മീയ നിർവൃതിയിലൂടെ എല്ലാമാണ് ഈ ഉത്സവകാലമാകുമ്പോൾ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കടന്നു പോകുന്നത്. രാവിലെ 4:30 പള്ളി ഉണർത്തൽ. അതിനുശേഷം അഭിഷേകം നടന്നു. 5 മണിക്ക് പള്ളി ഉണർത്തൽ കഴിഞ്ഞ് 5 മണിക്ക് നിർമ്മാല്യ ദർശനമായിരുന്നു. നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേകത്തിന് ശേഷം 6 മണിക്ക് ദീപാരാധന. 6:40 ഉഷപൂജയും ദീപാരാധനയും ഉണ്ടായിരുന്നു. 6:50 ഉഷശ്രീബലി. അത് കഴിഞ്ഞ് 7:15 കളഭാഭിഷേകം. തുടർന്ന് 8:30 പന്തീരടി പൂജ നടക്കും. ദീപാരാധന. 7:45 ലക്ഷാർച്ചനയുണ്ട്. അത് കഴിഞ്ഞിട്ട് 11:30 ഉച്ചപൂജ. 12 മണിക്ക് ദീപാരാധന. 12:30 ഉച്ചശ്രീബലി.
1 മണിക്ക് നടയടയ്ക്കും. അതിനുശേഷം 5 മണിക്കാണ് നട തുറക്കുന്നത്. നട തുറന്നു കഴിഞ്ഞാൽ 6:45 ദീപാരാധന നടക്കും. 7:15 ഭഗവതി സേവ, 9 മണിക്ക് അത്താഴപൂജ, 9:15 ദീപാരാധന, രാത്രി 9:30 അത്താഴ ശ്രീബലി, അത് കഴിഞ്ഞ് രാത്രി 12 മണിക്ക് ദീപാരാധന. തുടർന്ന് നട അടയ്ക്കുന്നത് 1 മണിക്കാണ്. 1 മണിക്ക് പള്ളിയുറക്കം. ഇങ്ങനെയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ക്ഷേത്രവും ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതും അതിൻ്റെ ആ ഒരു ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ എല്ലാം കാണാൻ കഴിയും. നിരവധി ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം എല്ലാം നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആറ്റുകാൽ ഈ പൊങ്കാല മഹോത്സവമാകുന്നതോടുകൂടി തന്നെ വലിയ ഒരു ഭക്തജന തിരക്കും കൂടുതൽ പേർ, അതായത് പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ അമ്മയുടെ ദർശനം കണ്ട് സായുജ്യമടയാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവരെല്ലാവരും ഇവിടേക്ക് കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ അമ്മയെ കണ്ട് തൊഴുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്കും അനുഭവപ്പെടുന്നത്. അതോടൊപ്പം മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പ്രശാന്ത്? ഇപ്പോൾ തന്നെ നഗരത്തിന്റെ പലയിടങ്ങളിലും രാഖി അടുപ്പ് പിടിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും റിസർവ്ഡ് എന്ന് കാണിച്ചുകൊണ്ട് കല്ലുകളൊക്കെ നിരന്നു കഴിഞ്ഞു. പക്ഷേ അവിടെ കൊടിയേറുന്നതിന് മുൻപേ തന്നെ എല്ലായിടത്തും കല്ലുകളൊക്കെ നിരന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ക്ഷേത്ര പരിസരം എങ്ങനെയാണ്? അവിടെ സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവരും കല്ലുകൾ കൊണ്ട് നിരന്ന് അവിടെ പലരും പലരുടേതായ സ്ഥാനമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു കാണും അല്ലേ പ്രശാന്ത്? രോഹിണി, തീർച്ചയായും. കാരണം എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കണമെന്നാണ്. ഈ അനന്തപുരി നമ്മൾ യാഗശാല എന്ന് പറയുമ്പോഴും പലരുടെയും മനസ്സിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തിരുന്ന് പൊങ്കാല ഇടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പൊങ്കാല നേർച്ച അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ അടുപ്പുകൾ സജ്ജീകരിക്കുന്നതിന് ഒരുക്കം നടത്തുന്നുണ്ട്. തൊട്ടടുത്തുള്ള വീടുകളെല്ലാം പറഞ്ഞു വെച്ചുകൊണ്ട് അവിടെയും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ നടക്കും. നഗരത്തിലേക്ക് വരികയാണെങ്കിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഓരോ ചെറിയ ഒരു സങ്കല്പസ്ഥാനങ്ങൾ കെട്ടിക്കൊണ്ട്, ഒരു പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ കെട്ടിക്കൊണ്ട് അവിടേക്കുള്ളായി ഈ പൊങ്കാല അർപ്പിക്കുന്നവർക്ക്, പൊങ്കാല നേർച്ച നടത്താൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഇടങ്ങൾ നമുക്കറിയാം. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ കട്ടയും കലങ്ങളും എല്ലാം നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അവരവരുടെ പേരുകൾ എഴുതി കയർ കൊണ്ട് കെട്ടി വയ്ക്കും. അത് ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ പലയിടങ്ങളിലും അത് സജ്ജീകരിച്ചിരിക്കുകയാണ്. കാരണം ഏറ്റവും അടുത്തടുത്ത് പൊങ്കാല നേർച്ച അർപ്പിക്കണം എന്നടക്കമുള്ള ഒരു ആഗ്രഹങ്ങളുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നൊരുക്കം ഭക്തരെല്ലാവരും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, സുരക്ഷ സംബന്ധിച്ചിട്ടാണെങ്കിൽ 5000-ലധികം പോലീസ് സേനയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ട് ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേർ ഇത്തരത്തിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തോട് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു ആനന്ദ നിർവൃതി തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഉള്ളത്. അമ്മ എവിടുന്നാണ് വരുന്നത്? കൊല്ലത്തുനിന്ന് വരുവാണ്. അതെ. എല്ലാ വർഷവും പൊങ്കാലിടാൻ വരാറുണ്ടോ? വീട്ടിൽ പൊങ്കാലയിടും. ഇവിടെ വന്ന് തൊഴുതിട്ട്, അമ്മയെ കണ്ട് തൊഴുതിട്ട് വീട്ടിൽ പോയി പൊങ്കാലിടും. ഇവിടെ തിരുമല പൊങ്കാല അർപ്പിക്കാറുണ്ടോ? ഇടാറുണ്ട്. ഇത് നേരത്തെ ദർശനം നടത്താം എന്ന് വെച്ചിരിക്കും. അതെ. രോഹിണി, അങ്ങനെ നേരത്തെ ദർശനം നടത്തും. കുറേ പേർ നാട്ടുകളിൽ തന്നെ അവരവരുടെ വീടുകളിൽ തന്നെ പൊങ്കാല നേർച്ച അർപ്പിക്കും. അതിനുശേഷം ഇവിടെ അതിന് മുന്നോടിയായിട്ട് തന്നെ അമ്മയുടെ ദർശനം നടത്തി, ആ ദർശനം നടത്തിയതിനു ശേഷം വീട്ടിൽ പോയി അവിടെ നിന്ന് പൊങ്കാല അർപ്പിക്കും. മറ്റു ചിലർ ഇവിടെ ആദ്യമേ തന്നെ ദർശനം നടത്തും. കാരണം നമുക്കറിയാം, പൊങ്കാല ദിവസം വലിയ ഭക്തജന തിരക്കാണ്. ദർശനം നേടുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ക്യൂ നിൽക്കണം, മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം ദർശനം നേടാൻ. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ ഈ ഭക്തരെല്ലാവരും ഇവിടേക്ക് വരികയും അവിടെ നിന്ന് അമ്മയുടെ ദർശനം കഴിഞ്ഞ് വീടുകളിൽ പോയിട്ട് പൊങ്കാല നേർച്ച അർപ്പിക്കുകയും ചെയ്യും. ചേച്ചി എവിടുന്ന? മണ്ണന്തല. ദർശനത്തെത്തിയല്ലേ? അമ്മയെ കാണുന്നില്ലേ? പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ ദർശനം നടത്തി. അതെ. കല്ലയം, വട്ടപ്പാറ കല്ലയം വന്നത്. എല്ലാ അനുഗ്രഹം കിട്ടിട്ട് എല്ലാ വർഷവും പൊങ്കാല അർപ്പിക്കാറുണ്ടോ? എല്ലാ വർഷവും വരും. എങ്ങനെയാ അനുഭവം? അനുഭവം എങ്ങനെയാണ്? കുഴപ്പമില്ല, അമ്മയുടെ അനുഗ്രഹം ഉണ്ട്. എവിടുന്നാ വരുന്നത്? നെയ്യാറ്റിൻകര. മുട്ടം. എല്ലാ വർഷവും വരാറുണ്ട്, തൊഴാറുണ്ട്, മാസം തോറും വരാറുണ്ട്. ഏതൊക്കെ പൊങ്കാലകളാണ് അർപ്പിക്കുന്നത്? ഞാൻ പായസം, തെരളി, മണ്ടപ്പുറ്റ്. ഒരു അനുഭവം എങ്ങനെ ഇത്രയും കാലത്തെ? നല്ല അനുഭവം, നല്ല മനസ്സിന് സന്തോഷം, എല്ലാം നല്ലതേ വരുത്തുന്നുള്ളൂ.
പൊങ്കാല കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ടാണോ നേരത്തെ ദർശനം നടത്തുന്നത്? അതെ അതെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം പൊങ്കാല ഇടാന്ന് വിചാരിക്കുന്നു. സന്തോഷം. മാരായമുട്ടം. രോഹിണി, അങ്ങനെ നിരവധി പേരാണ് ഈ നേരത്തെ തന്നെ ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് നമുക്ക് അതെ, ഓരോരുത്തരും വലിയ തിരക്ക് അവരുടെ നമ്മളെ പ്രാർത്ഥന- കണ്ണ് ഒന്ന് ചിമ്മി ഒന്ന് നോക്കുമ്പോൾ തന്നെ ആ തിരക്കിന്റെ ആ ക്യൂവിന്റെ ഒരു തിരക്ക് കൂടിക്കൂടി അത് വരുന്നു, മാത്രമല്ല, നീളം കൂടിക്കൂടി രാഖി വരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുണ്ട്, കൊല്ലത്ത് നിന്നുമുണ്ട്, ഇനിയും ആ അമ്മ ദൂരസ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പറയുന്നത് ആ അമ്മ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒരു കണക്കൊക്കെ പറയുമ്പോൾ തലസ്ഥാനത്ത് ഇടുന്ന പൊങ്കാലയുടെ കണക്കൊക്കെയാണ് പറയാറ് അല്ലേ, ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ. പക്ഷെ ആറ്റുകാലെ സംബന്ധിച്ച് അങ്ങനെ അങ്ങനെ അല്ല. അല്ല. കാരണം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ വരുന്നവരുണ്ട്. സംസ്ഥാനത്തിന് പുറത്തു നിന്ന് സ്ഥിരമായി പല വന്ന് വിദേശ രാജ്യങ്ങളിലും ആറ്റുകാൽ പൊങ്കാല അവർ ഒരു നിവേദിക്കുന്നവരുണ്ട്. community ആയിട്ട്, അല്ലേ, ഒരു അതെ, community അതെ, ആയിട്ടൊക്കെ, അതെ. ഒരുമിച്ച് വരുന്നവരുണ്ട്. വരുന്നവരുണ്ട്. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.